മണിച്ചേട്ടൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാൻ കാണിച്ചാൽ നട്ടലിലുള്ളൊരു അനിയാണ്. രാമകൃഷ്ണ സാഗർ പോലെ നട്ടലിലുള്ളൊരു അനിയനെ കിട്ടിയതാണ് മണിച്ചേട്ടൻ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ കരുതുന്നു. എന്തായാലും ഈ സമരത്തിന് ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ പേരിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എക്സോട്ടിക് ഡ്രീംസ് എന്ന ഗ്രൂപ്പിൻ്റെ പേരിൽ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ഇതിലേക്ക് വരേണ്ടതാണ്. ഉദ്ഘാടനം ചെയ്യാൻ നടത്തിയ മണികളുടെ കലാഭവൻ മണിയുടെ പ്രതിഭയുടെ ശില്പി, കലാഭവൻ മണിയുടെ സുഹൃത്ത് സതീഷ് കുഞ്ഞിന് പറയാൻ ആരുമില്ല, കുഞ്ഞിന് പറയാൻ ആളില്ല. എന്റെ മോന് കഷ്ടമെന്ന പണിയേ അയ്യ പറ്റില്ല ഞങ്ങൾക്ക്. നടത്തിയാണ് എന്റെ മോന് പോന്നെ. നീ എല്ലാവർക്കും പറ്റിയുണ്ട്. സത്യം ജനില്ലടാ. നീ എന്തോ ആൾക്കാർക്ക് ഓരോന്ന് ചെയ്തിട്ട് നടന്നടാ. അതില്ലടാ ഇവിടെ കൂടെ എന്റെ കുഞ്ഞാൻ കഷ്ടപ്പെട്ട് നടക്കണ്ട. ഞങ്ങൾ എന്നോടത് നീ സത്യം തെളിയിക്കണ. നീ അത്ര സത്യമുള്ളവനല്ലടാ പൊന്നു മോനെ. ഞങ്ങൾ കച്ചമതി കച്ചിട്ടാ മതിയാക്കും. ഞങ്ങൾ എത്ര കോടി അവനാ അപ്പൊ എന്റെ അപ്പ കഷ്ടപ്പെട്ട കാലത്ത് എന്തൊരു സന്തോഷം സമാധാനം ജീവിതമാണ് പൊന്നു മോനെ. മലയാളം ചേട്ടനെ രണ്ടു വാക്ക് സംസാരിക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് പാടിയിട്ടുള്ള ഒരു ഗാനമാണ് ഇവിടെ ഒരു ഈശ്വര പ്രാർത്ഥന എന്ന നിലയിൽ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സാന്നിധ്യം അടുത്ത് കുറേ കൂടെ അടുത്തേക്ക് വരണമെന്ന് പറയുകയാണ്. അഴുതയിൽ മുങ്ങിട്ടു കല്ലുമെടുക്കണം കല്ല്. സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാത്രം. ഇനി ഞങ്ങളുടെ ആവശ്യം എന്താണെന്നത് ഈ 5 പേർക്കെതിരെ അവിടെ പറഞ്ഞിട്ടുള്ള ഇതുവരെ ആദ്യമെങ്കിൽ നമുക്ക് നീതി ഇതുവരെ ലഭിച്ചില്ല. പോലീസിനെ വെറുതെ തള്ളിക്കളയുന്ന തുല്യമാണ്